പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മിന്ന, മാക്സ് എന്നീ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളെ കുറിച്ചാണ്. ഈ ഫംഗ്ഷനുകളിൽ എടുക്കുന്ന കീ എന്ന ആർഗ്യുമെന്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിന്ന _max_fn.py എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മിന്ന, മാക്സ് എന്നീ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ഒന്നിലധികം ഡാറ്റകളിൽ നിന്നും അല്ലെങ്കിൽ ഐറ്ററബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് മിനിമം വാല്യൂവോ മാക്സിമം വാല്യൂവോ കണ്ടുപിടിക്കാനാവും. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ num1, num2, num3 എന്ന് പറഞ്ഞ് 3 വേരിയബിളുകൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ അകത്തായിട്ട് 1, 2, 3 വാല്യൂസ് ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് min ഓഫ് num1, num2, num3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് num1ൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന 1 ആണ്, num2ൽ 2 ആണ്, num3ൽ 3 ആണ്. അതുകൊണ്ട് ഇതിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് num1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 1 എന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മാക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 എന്നായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. ഇതുപോലെ തന്നെ നമുക്ക് ലിസ്റ്റിലോ ടപ്പിളിലോ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നും മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നാമത്തെ ലൈൻ കമൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം my_lst എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ലിസ്റ്റിൻ്റെ അകത്ത് 1, 2, 3, 4, 5 എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 5 ആണ്. അപ്പോൾ ഞാനിവിടുത്തെ num1, num2, num3 എന്നുള്ള വേരിയബിളുകൾക്ക് പകരം my_lst എന്ന് പറയുന്ന ലിസ്റ്റ് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തായിട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 എന്നായിരിക്കും റിസൾട്ട്. ഓക്കെ, ഇവിടെ മിന്ന എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എങ്കിൽ നമുക്ക് 1 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇപ്പം ഞാൻ എന്തായാലും അത് ചെയ്ത് കാട്ടുന്നില്ല. ഇനി ടപ്പിളിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എന്ന് തന്നെ കറക്റ്റായിട്ട് ആൻസർ കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിന്ന, മാക്സ് എന്നീ ഫംഗ്ഷനുകൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ my_str എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് അരുൺ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നു. ഇനി my_str എന്നുള്ളത് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിലായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് u എന്നായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അരുൺ എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ ഓരോ ലെറ്ററിൻ്റെയും ആസ്കി കോഡിനനുസരിച്ചാണ് മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും മിന്ന, മാക്സ് എന്നീ ഫംഗ്ഷനുകൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ നമ്മൾ min ഓഫ് my_str അല്ലെങ്കിൽ min ഓഫ് അരുൺ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ a ആയിരിക്കും ആൻസർ കിട്ടുക. ഇനി നമുക്ക് മിന്ന, മാക്സ് എന്നീ ഫംഗ്ഷനിൽ എടുക്കുന്ന ആർഗ്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ ഷെൽ ഓപ്പൺ ചെയ്യാം. പൈത്തൺ ഷെല്ലിൻ്റെ അകത്ത് ഹെൽപ്പ് മിന്ന എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിന്ന എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്ന ആർഗ്യുമെന്റുകൾ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് കീ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് കാണാൻ കഴിയും. ഈ കീ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്. അപ്പോൾ അതെന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കീ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള എക്സാമ്പിൾ കാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ ലൈനുകൾ റിമൂവ് ചെയ്യുകയാണ്. താഴെ ഞാനിവിടെ ടെമ്പറേച്ചർ ഫ്രം API എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുകളിലോട്ട് കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് ഇത് അൺകമൻറ്റ് ചെയ്യാം. ഇതെന്താണ് നമുക്ക് പറയാം. നമുക്ക് സാധാരണ ഇതിലൊരു വെതർ API ഉപയോഗിച്ച് ടെമ്പറേച്ചർ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JSON ഫോർമാറ്റിലായിരിക്കും, അല്ലെങ്കിൽ JSON അറേയുടെ ഫോർമാറ്റിലായിരിക്കും. ഇതൊരു JSON അറേ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, ഇടുക്കി, കൊല്ലം, കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് എന്നീ ജില്ലകളുടെ ടെമ്പറേച്ചർ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതായത് പുറത്തൊരു അറേ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഡിക്ഷണറി ആയിട്ടാണ് ഈ പറയുന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും സാധാരണ ഇതിലൊരു വെതർ API എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റയുടെ അകത്തുനിന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറുള്ള സ്ഥലവും ഏറ്റവും കൂടിയ ടെമ്പറേച്ചറുള്ള സ്ഥലവും കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ ഇതിലൊരു വെതർ APIയിലെ ഡിക്ഷണറിയുടെ കീ എന്ന് പറയുന്നത് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ കീ എന്ന് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തിൻ്റെയും പേരാണ്. അതായത് കേരളത്തിലല്ല മറ്റേതെങ്കിലും സംസ്ഥാനത്തെ വെതറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ജില്ലകളുടെ പേര് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ജില്ലകളുടെ പേര് ഒരു ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് ഓരോ ഡിക്ഷണറിയെയും ഒന്നുകിൽ ടപ്പിളോ അല്ലെങ്കിൽ ലിസ്റ്റോ ആക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഫോർ ഈച്ച് ഡിക്റ്റ് ഇൻ ടെമ്പറേച്ചർ ഫ്രം API. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഓരോ ഡിക്ഷണറിയിലെയും കീയും വാല്യൂവും നമുക്ക് മറ്റൊരു ലിസ്റ്റിൻ്റെ അകത്ത് ടപ്പിളോ അല്ലെങ്കിൽ ലിസ്റ്റോ ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അടുത്തൊരു ഫോർ ലൂപ്പും കൂടെ വേണ്ടി വരും. ഫോർ കീ കോമ
വാല്യൂ ഇൻ ഈച്ച് ഡിക്റ്റർ ഡോട്ട് ഐറ്റംസ്. അതായത് ഡിക്ഷണറിയിലെ ഓരോ കീയും വാല്യൂവും ഇവിടെ കീ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ടും വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ടും അൺപാക്ക് ആവും. അപ്പോൾ നമുക്ക് ഇതൊരു ലിസ്റ്റിൻ്റെ അകത്തായിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോർ ലൂപ്പിൻ്റെയും വെളിയിൽ ഒരു എംപ്റ്റി ആയിട്ടുള്ള ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ temp_list എന്ന് പറയുന്ന ഒരു എംപ്റ്റി ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു. ഇനി temp_list ഡോട്ട് അപ്പൻ്റെ നമുക്ക് ഡിസ്ട്രിക്റ്റും ടെമ്പറേച്ചറും അഥവാ കീയും വാല്യൂവും ടപ്പിളായിട്ടാണ് ലിസ്റ്റിൻ്റെ അത് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ പാരാന്തസിൻ്റെ ഉള്ളിലാണ് കീ വാല്യൂ കൊടുക്കേണ്ടത്. ഇനി ലിസ്റ്റായിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പാരാന്തസിന് പകരം നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ മതിയാവും. ഇനി ഫോർ ലൂപ്പിന് വെളിയിൽ ഈ temp_list എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ടപ്പിളായിട്ടാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റും ടെമ്പറേച്ചറും സ്റ്റോർ ആയിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫോർ ലൂപ്പ് എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് കോംപ്രഹെൻഷൻ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഒരു എംപ്റ്റി ആയിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് കീയും വാല്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ പാകത്തിന് ഡിസ്ട്രിക്റ്റ് ടെമ്പറേച്ചർ എന്ന് കൊടുക്കാം. ഫോർ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ each_dict in temperature from API. ഇനി നമുക്ക് അടുത്ത ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഉള്ളിലത്തെ ഓരോ ഡിക്ഷണറിയുടെ അകത്തെയും കീയും വാല്യൂവും നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോർ ലൂപ്പ് കൂടി എഴുതാണ്. ഫോർ ഡിസ്ട്രിക്റ്റ് ടെമ്പറേച്ചർ ഇൻ ഈച്ച് ഡിക്റ്റർ ഡോട്ട് ഐറ്റംസ്. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് തന്നെ നമുക്ക് ലിസ്റ്റ് കോംപ്രഹെൻഷൻ യൂസ് ചെയ്തിട്ടും കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ലൈൻ്റെ അകത്ത് എഴുതുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് 3 ലൈൻ്റെ അകത്തായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് മിന്ന മാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് കീ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ കീ എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ ടപ്പിൾ ഉണ്ട്. ഈ ടപ്പിളിൻ്റെ അകത്ത് രണ്ടാമത്തെ ഇൻഡെക്സിലാണ് നമ്മുടെ ടെമ്പറേച്ചർ കിടക്കുന്നത്. ഈ രണ്ടാമത്തെ ഇൻഡെക്സിലെ ടെമ്പറേച്ചറിൽ നിന്നാണ് നമുക്ക് മിനിമം ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലാംഡ ഫംഗ്ഷൻ ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. RET_temp എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ട് ഞാൻ ലാംഡ ഫംഗ്ഷൻ അസൈൻ ചെയ്യുന്നു. ഈ ലാംഡ ഫംഗ്ഷൻ്റെ ഇൻപുട്ടിൽ കൊടുക്കേണ്ട പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റാണ്. അപ്പോൾ temp_list എന്നുള്ളതാണ് നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത് രണ്ടാമത്തെ ഇൻഡെക്സ് ആണ്. അതായത് temp_lst എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ടപ്പിളിൻ്റെയും രണ്ടാമത്തെ ഇൻഡെക്സ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അതുകൊണ്ട് temp_list ഓഫ് നമുക്ക് 0 എന്ന് പറയാനാണ് ഫസ്റ്റത്തെ ഇൻഡെക്സ്, 1 ആണ് രണ്ടാമത്തെ ഇൻഡെക്സ്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തെ മിനിമം ടെമ്പറേച്ചർ ആണ്. അതിന് വേണ്ടിയിട്ട് min ഓഫ് temp_lst കീ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ഇവിടുത്തെ ഫംഗ്ഷൻ്റെ പേര് എന്ന് പറയുന്നത് RET_temp എന്നുള്ളതാണ്. അപ്പോൾ കീ ഈക്വൽ ടു RET_temp എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ ഉള്ളത്. അപ്പോൾ ഇടുക്കി 24 എന്നാണ് നമുക്ക് റിസൾട്ടിൻ്റെ അകത്ത് കിട്ടേണ്ടത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇടുക്കി 24 എന്നുള്ളത് റിസൾട്ടിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മാക്സിമം ടെമ്പറേച്ചർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നോക്കാം. ഇവിടെ ഉള്ളതിലെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പാലക്കാട് 38 ആണ്. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരി, വീണ്ടും കാണാം.